മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ മറ്റു ചില പ്രതികരണങ്ങളിലേക്ക്. ഡൽഹിയിലെ കേന്ദ്രവിരുദ്ധ സമരം സമ്മേളനമാക്കി ചുരുക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമരത്തെ ലളിതവൽക്കരിക്കാൻ ഉദ്ദേശിച്ചാണ് ചിലർ ഇത്തരം വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു. അതൊരു സമരമാണ്. നമുക്കറിയാലോ, ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാവും, കാണില്ലേ നമ്മൾ. ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ്. അതോടൊപ്പം നേരത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം BJP ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ച കൂട്ടത്തിൽ നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഖാർഗെയുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ ഇനി വരില്ല. അപ്പോൾ ഇതൊന്നും സമ്മേളനത്തിൻ്റെ ഭാഗമല്ല, അതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത്. സമരം എന്താണെന്ന് കാണാത്തവരല്ലല്ലോ അവർ. നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു, അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ. അപ്പോൾ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. എക്സലോജിക് CMRL ഇടപാടിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതലൊന്നുമില്ലെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി നല്ലോണം പറയേണ്ടവർ പറയും. ഞാനൊക്കെ ഒന്നും പറയാനില്ല. ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല.